ഇവിടേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കണം, കൂടുതൽ ഭക്തന്മാരെ ആകർഷിക്കണം. അതുവഴി സർക്കാരിന്റെ ഖജനാവിലേക്കും പണം എത്തുന്നതിന് സാഹചര്യം ഉണ്ടാവും. ശബരിമലയിലേക്ക് ഭക്തർ കൂടുതൽ വന്നാൽ എങ്ങനെയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശബരിമല ക്ഷേത്രത്തിലും ശബരിമല സന്നിധാനത്തോടും ശബരിമല വിശ്വാസത്തോടും ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സർക്കാർ ആദ്യം ചെയ്യണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റ് പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? ആർ.വി. ബാബു, ഇത് നോക്കൂ, സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അയ്യപ്പ സംഗമത്തിലൂടെ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കെ യു ജനീഷ് കുമാർ. ഇപ്പോ കഴിഞ്ഞതിന് മുമ്പത്തെ തീർത്ഥാടന കാലം നമുക്ക് ഓർമ്മയുണ്ട്. പരാതികളുടെ മേള എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, എരുമേലി മുതൽ അങ്ങോട്ട് ക്യൂ, വാഹനങ്ങൾ നിരനിരയായി മണിക്കൂറുകൾ കിടക്കുന്നു, വെള്ളം പോലും കിട്ടുന്നില്ല, ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സമ്മേളനം, ശ്രീ കെ യു ജനീഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഒരു പരാതികൾക്കും ഇട നൽകാതെ അത് വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് കുറച്ചുകൂടി വിപുലമാക്കേണ്ടതുണ്ട്. കാനനക്ഷേത്രമായ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്നു തന്നെ കേൾക്കേണ്ടതുണ്ട്, വിവിധ സംഘടനകളിൽ നിന്ന് കേൾക്കേണ്ടതുണ്ട്, ഇത് പരിഹരിക്കേണ്ടതുണ്ട്, മെച്ചപ്പെട്ട തീർത്ഥാടന സൗകര്യം ഒരുക്കേണ്ടതുണ്ട് എന്ന് ഒരു സർക്കാർ, അതിൻ്റെ ദേവസ്വം വകുപ്പ്, ഈ ഭരണത്തിലുള്ള ദേവസ്വം ബോർഡ് തുടങ്ങിയവ തീരുമാനമെടുക്കുകയും അതിന് സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? മാധു, ഞാൻ പറഞ്ഞല്ലോ, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഇതേപോലെ ഭക്തന്മാരിൽ നിന്ന് ഇതുപോലുള്ള നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചിട്ടാണ് മാസ്റ്റർ പ്ലാൻ 2006 വളരെ വലിയ ബൃഹത്തായൊരു മാസ്റ്റർ പ്ലാൻ നമുക്കുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ 2006 തയ്യാറാക്കി 2007 അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു, 2025 എത്തി നിൽക്കുകയാണ് നമ്മൾ. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ട് നടപ്പാക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. എവിടെ വരെ എത്തിയത്? ഇതെല്ലാം കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഓരോ വർഷവും സർക്കാർ പ്രഖ്യാപിക്കുന്ന ഫണ്ട് എവിടെ എത്തുന്നു? ആ ഫണ്ട് ലാപ്സായി പോകുന്നു. അതിന് വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ആ ഫണ്ട് ലാപ്സ് ആവുന്നു, ഫണ്ട് ചെലവാക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് പോലും ലാപ്സായി പോകുന്നു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥയും ഇല്ല. ഇനി സർക്കാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭംഗിയായിട്ട് ദർശനം നടത്തി. ആ ദർശനം നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ എത്രമാത്രം, കാരണം ഓൺലൈൻ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡുമായിട്ട് എത്രമാത്രം സമരങ്ങൾ ചെയ്യേണ്ടി വന്നു. അതെല്ലാം ഭക്തജന സംഘടനകളുടെ കൃത്യമായ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് തിരുത്തേണ്ടി വന്നു. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോയപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ സമീപനം മാറിയപ്പോഴാണ് കഴിഞ്ഞ തവണ ശബരിമല ക്ഷേത്രത്തിലെ തീർത്ഥാടനം ഒരുവിധം സുഗമമായിട്ട് നടന്നു. അങ്ങനെ സമീപനം മാറിയ അതേ ദേവസ്വം ബോർഡല്ലേ ഇവിടെയുള്ളത്? അങ്ങയുടെ ആ വാദം മുഖവിലേക്ക് എടുക്കുകയാണ് എങ്കിൽ തന്നെ അങ്ങനെ സമീപനം മാറിയ ഒരു ദേവസ്വം ബോർഡാണ് ഇവിടെയുള്ളത്. അപ്പൊ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ സംഘടനകളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വിപുലമായ ഒരു ക്യാൻവാസ് ഒരുക്കുന്നു എന്നതിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഞാനത് അതിലേക്ക് വരാം. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ആ തരത്തിലുള്ള ഒരു പരാതി ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ ചുമതലയുണ്ട്. സർക്കാർ എന്തിനാണ് ഈ തീർത്ഥാടനം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എന്താണ് അത് സർക്കാരിന്റെ ഉദ്ദേശം? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കേരളത്തിലേക്ക് വരുമ്പോൾ അതുവഴി സർക്കാരിന് കിട്ടുന്ന റവന്യൂ ഉണ്ട്. അത് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്ത് ഈ ടൂറിസം എന്നുള്ള നിലയ്ക്ക് വികസനം നടത്താറുണ്ട്. അതേപോലെ തന്നെയാണ് ആത്മീയമായ തീർത്ഥാടനത്തിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരുമ്പോൾ അതുവഴി നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ പണമെത്തുന്നു, റവന്യൂ കൂടുന്നു. ആ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഏതൊരു സർക്കാരും ചെയ്യേണ്ട കാര്യമാണ്. അത് ശബരിമല തീർത്ഥാടകർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഏതൊരു സർക്കാരും ചെയ്യേണ്ടതാണ്. ഇവിടേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവിടേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കണം, കൂടുതൽ ഭക്തന്മാരെ ആകർഷിക്കണം. അതുവഴി സർക്കാരിന്റെ ഖജനാവിലേക്കും പണം എത്തുന്നതിന് സാഹചര്യം ഉണ്ടാവും. അതാണ് നമ്മുടെ സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ, സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത് ഒരു വർഷം സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ അയ്യപ്പന്മാര് വരുന്നതിലൂടെ ഏകദേശം 10,000 കോടിയോളം രൂപ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നാണ്. അത് ഏത് വഴിക്കാണ്? അത് റവന്യൂ, നമ്മുടെ ടാക്സ് ഇനത്തിൽ മറ്റും ഒക്കെ. എനിക്കറിയില്ല, കാരണം എന്റെ അറിവിൽ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ശബരിമലയിലേക്ക്
പറഞ്ഞോളൂ, ചോദിച്ചോളൂ ജിനീഷ് ചോദിക്കാം. അല്ല, ഈ ശബരിമലയിലേക്ക് ഭക്തർ കൂടുതൽ വന്നാൽ എങ്ങനെയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് ജിനീഷ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അല്ലേ? ജിനീഷ് ഒന്നും മനസ്സിലാവുന്നില്ലേ? കേരളത്തിലേക്ക് നമ്മുടെ കൂടുതൽ തീർത്ഥാടകർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലൂടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കിട്ടുന്നുണ്ടോ? പെട്രോൾ അടിക്കുമ്പോൾ 28 രൂപ സർക്കാരിന്റെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടോ? 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 28 രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനതിലേക്ക് അതിന്റെ കണക്ക് ഓരോന്നും, അത് നമ്മൾ കഴിക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു സോഡ കുടിക്കുമ്പോൾ പോലും അതിന്റെ ടാക്സ് സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, ഭക്തജനങ്ങൾ വരിക, അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി ഖജനാവിലേക്ക് പണം കിട്ടണം എന്നുള്ളത് ഞാനിത് നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. സർക്കാരിന്റെ ഈ ഖജനാവിലേക്കുള്ള പണം വരവിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചതാണ് പ്രശാന്തിനോട്, നിങ്ങൾ എന്തിന് സർക്കാരിനോട് യാചിക്കണം? നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഗവൺമെന്റും ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുന്ന സ്ഥലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളത് സാമാന്യനെ എല്ലാവരും ചെയ്യുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. എന്റെ പോയിന്റ് അതല്ല മാധു. ഞാൻ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ രണ്ടാമത്തെ പോയിന്റ്, ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ അയ്യപ്പന്മാരോട്? ഈ സർക്കാരിന് അയ്യപ്പന്മാരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല ക്ഷേത്രത്തിലും ശബരിമല സന്നിധാനത്തോടും ശബരിമല വിശ്വാസത്തോടും ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സർക്കാർ ആദ്യം ചെയ്യണം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റ് പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? ആയിരക്കണക്കിന് പ്രവർത്തകർ, ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ നൂറുകണക്കിന് കേസുകളിൽ കുടുക്കി ഇപ്പോഴും അവർ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ. ഇപ്പോഴും ഇവിടെ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കേസ്, അല്ലെങ്കിൽ CAA വിഷയത്തിൽ ബന്ധപ്പെട്ട കേസ് എല്ലാം പിൻവലിച്ചു സർക്കാർ. എല്ലാ കേസും പിൻവലിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തില് ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ ഇന്നും കോടതി കയറി ഇറങ്ങി നടക്കുക. ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ കേസ് പിൻവലിക്കാൻ? പറഞ്ഞിരുന്നല്ലോ പിണറായി വിജയൻ കേസ് പിൻവലിക്കുന്നു. ഇപ്പോഴും ഞാനടക്കം കോടതി കയറി ഇറങ്ങി നടക്കുക. അല്ല, അങ്ങ് തന്നെയാണ് തുടക്കത്തിൽ ശ്രീ RV ബാബു പറഞ്ഞത്. അങ്ങ് തന്നെ ഈ ചർച്ചയുടെ പുരോഗതിയിലും പറഞ്ഞു, ശബരിമലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് എല്ലാ സർക്കാരും, ഇപ്പൊ നമുക്കറിയാം UP-യിലൊക്കെ കുംഭമേള അടക്കം നടക്കുമ്പോൾ അവിടുത്തെ സർക്കാരുകൾ അതിന്റെ സംവിധാനങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തേക്ക് എന്തു കാര്യത്തിനാണ് എങ്കിലും വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കുക എന്ന് പറയുന്നത് സർക്കാരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. അതിന്റെ മറ്റു തലങ്ങളിൽ അങ്ങ് പറഞ്ഞതുപോലെ പെട്രോൾ അടിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, വാഹനം വിളിക്കുമ്പോഴൊക്കെ വരുന്ന ചെലവ് നമ്മുടെ റവന്യൂയായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ സർക്കാർ അതിന് ആ പണം ഉപയോഗിച്ച് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് അങ്ങയുടെയും അഭിപ്രായം. അതിൽ അങ്ങ് തെറ്റ് കാണുന്നില്ല. ഇതിന്റെ പ്രശ്നം അങ്ങ് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴുണ്ടായ ഒരു കാര്യമാണ്. അതെന്താണ്? വിശ്വാസികളോട് ആത്മാർത്ഥതയുണ്ടോ? അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ വിശ്വാസത്തിൽ ഇടപെടരുത് എന്നുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് നിയമപരമായ തീരുമാനമാണ്. അത് നമുക്ക് പെട്ടെന്ന് ഒരു കേന്ദ്രമന്ത്രി തീരുമാനിക്കുമ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അടക്കം അതിൽ നിന്ന്, ആ കേസിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം എന്നതുപോലെ ഇടപെടണം എന്നാണോ അങ്ങ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. കെ ജനീഷ് കുമാർ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോയതുകൊണ്ട് CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ കേസ് പിൻവലിച്ചു നമ്മുടെ നാട്ടിൽ. CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ വിഴിഞ്ഞം തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ അടക്കം കത്തിച്ച, ശരി, അല്ല, ഇതാണ് ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കാനുള്ളത് എന്നാണ് ഞാനും പറഞ്ഞത്.